ഈ സമീപഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ റീൽസുകളിലൂടെ തിളങ്ങി നിൽക്കുന്ന, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ തിളങ്ങി ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരെ ഭർത്താക്കന്മാർ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ ഒത്തിരി ഉണ്ട്. അത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. പണ്ട് ഇതൊക്കെ നടന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ വ്യാപകമായി ഇത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, വളരെ വ്യാപകമാണ്. അപ്പോൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്ന ഒരു കപ്പിൾസ് എന്ന് പറഞ്ഞാൽ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന കപ്പിൾസ്, അതിൽ ഒരാൾ, ഇവർ രണ്ടുപേരും ഭയങ്കര പ്രണയാതുരരാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർ ഓരോ മുഹൂർത്തങ്ങളും നാട്ടുകാർ മൊത്തം അറിയും. ഭയങ്കര ഗ്ലാമർ ഉള്ളവരാണ്, അതിസമ്പന്നരാണ്. വലിയ വലിയ കല്യാണം നിശ്ചയിച്ചു വെച്ച വിവാഹം ഉറപ്പിച്ച കൊട്ടാരം 17 കോടിക്കും കണ്ട് ആണ് എടുത്താണ്. ഇത് ബോംബെയിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിൽ ഈ യുവാവ് കെട്ടിടത്തിന് മേളിൽ നിന്ന് വീണ് കൊക്കയിൽ വീണ് മരിക്കുന്നു. ഇത് മരിച്ചു കഴിഞ്ഞ് ഇവര് പോലീസ് നോക്കുമ്പോൾ ഒരു സ്വാഭാവിക മരണം. എന്താണ്, ഫോട്ടോ എടുക്കുന്നതിനിടെ കാൽ വഴുതി വീണാണ്. ഒരു വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെ കെട്ടിടത്തിന് മുകളിൽ, ലോണാവല എന്ന് പറയും മഹാരാഷ്ട്രയിൽ, അത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമ്മൾ ഇവിടെ മൂന്നാറൊക്കെ പോലെയാണ്, അതിന്റെ സമീപത്തോ മറ്റാണ് സംഭവിച്ചത്. അവിടെ നിന്ന് വീണ് മരിക്കുന്ന ആ സമയത്ത്, മരിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട്, അതായത് ഇഴുകിച്ചേർന്ന് റീൽസും ഒക്കെ ഇട്ടുന്ന ഈ പ്രതിശ്രുത വധുവിന് യാതൊരു ഉണ്ടാവുന്നില്ല, യാതൊരു വിഷമവും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, പോലീസിന് തോന്നിയ ഒരു സംശയം. അവരിത് അന്വേഷിച്ച് ചെന്നപ്പോൾ എന്താണ്, ഈ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്ന ഈ കപ്പിൾസിൽ വിവാഹം ഉറപ്പിച്ചവരാണ്, പ്രതിശ്രുത വരനും വധുവുമാണ്. ഈ യുവതിക്ക് വേറൊരു ചെറുപ്പക്കാരനുമായിട്ടൊരു അഫയറുണ്ട്. അവർ രണ്ടും കൂടി ഇയാളെ ഫോട്ടോ എടുക്കാനുള്ള വ്യാജേന അവിടെ കയറ്റി നിർത്തിയിട്ട് തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. രണ്ടുപേരും അറസ്റ്റിലുമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, അത് വലിയ ഒരു ആഡംബര കല്യാണത്തിലേക്ക് അതായത് ഈ പെണ്ണിന്റെ പേര് സിയ എന്നുള്ളതായിരുന്നു ഈ പെണ്ണിന്റെ പേര്. ഈ ചെറുപ്പക്കാരന്റെ പേര് കേതൻ. മഹാരാഷ്ട്രയിലെ പ്രമുഖ വ്യവസായിയുടെ മകനാണ് കേതൻ അഗർവാൾ എന്നാണ് അയാളുടെ പേര്. കേതൽ വിശാൽ അഗർവാൾ എന്നാണ് അയാളുടെ പേര്. ഈ കേതൽ വിശാൽ അഗർവാളും അതുപോലെ തന്നെ ബിസിനസ് പ്രമുഖരാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവർ തമ്മിലുള്ള വിവാഹം കഴിയുന്നു. പിന്നീടുള്ള ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഈ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇവരുടെ പിറന്നാളുണ്ട്, ഇവരുടെ വിവാഹ നിശ്ചയം 1 മാസം പൂർത്തിയായതിൻ്റെ വാർഷികമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ആലോചിക്കണം അതിൻ്റെ കണക്കുകൾ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നവംബറിലാണ്. അതും എവിടെയാണെന്നറിയാമോ? രാജസ്ഥാനിലെ ജയ്പൂർ, അവിടുത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ. ജയ്പൂരിലെ കോടികൾ വിലമതിക്കുന്ന കൊട്ടാരം. 2 സ്വകാര്യ വിമാനങ്ങൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇവരുടെ ബന്ധുക്കളെ കൊണ്ടുപോകാനായിട്ട്. ഈ 17 കോടി രൂപയാണ് ഈ കൊട്ടാര കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ച് അതിന് ഇത് ചെയ്തു വെച്ചിരുന്നത്. എന്താണെങ്കിലും ഇതിനു മുമ്പ് ഈ പെൺകുട്ടി ഇയാളെ കണ്ടെത്തി ഇയാളുടെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു വാക്കുണ്ട്. അതായത് തൻ്റെ ഹൃദയം അതിൻ്റെ യഥാർത്ഥ വീട് കണ്ടെത്തി, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നൊക്കെ പറയുന്ന പോലെ എന്നായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് 1 മാസം പൂർത്തിയായ വേളയിൽ കേക്ക് കട്ടിങ്, ഈ വിവാഹം ഉറപ്പിച്ചിട്ട് 1 മാസം പൂർത്തിയായപ്പോഴത്തേക്ക് അതിനും കേക്ക് കട്ടിങ് 1 മാസം ഫസ്റ്റ് ആനിവേഴ്സറി. വലിയ വമ്പൻ വ്യവസായ ഭീമന്മാരാണ്. അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ അടുത്തത് ഈ കേതൻ വിശാൽ അഗർവാൾ എന്ന് പറയുന്ന യുവാവ് ഈ സിയയ്ക്ക് ഒരു പൂവ് കൊടുക്കുന്നു. അപ്പോൾ അതിന് ആ പൂവ് മേടിച്ചിട്ട് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ അവൻ കാണുന്നു എന്ന് പറഞ്ഞ് അല്ല കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു റീല് വരുന്നു. അപ്പോൾ മെയ് 19 ഇവളുടെ ജന്മദിനമായി. അതിന് കൗണ്ട് ഡൗൺ തുടങ്ങി. കൗണ്ട് ഡൗൺ സ്റ്റോറിയായിട്ട് ഇരുവരും ചേർന്ന് ഭയങ്കര ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കും. ഓർത്തോണം. അപ്പോൾ അങ്ങനെയൊക്കെ, അതായത് ഈ സിയയുടെ ജന്മദിനത്തിന് തൊട്ട് മുൻപാണ് ഈ കേതന ഇവർ വകവരുത്തുന്നത്. മാത്രമല്ല, ഇതിന് തൊട്ട് മുമ്പ് ഭഗവത്ത് വേറെ ശ്രമം നടന്നിരുന്നു. അന്ന് ഇയാളെ മറച്ചിട്ടു. അപ്പോൾ ഇയാൾ പക്ഷേ ഒരു പുല്ലം കണ്ട അവിടെ പിടിച്ചു. അതിൽ ചെടിയിൽ എന്തോ പിടിച്ച് അയാൾ തൂങ്ങിക്കിടന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. അത് യാദൃച്ഛികമാണെന്നാണ് അയാൾ കരുതിയത്. ഈ ഇവരുടെ കാമുകന്റെ പേരെന്താണ്? ചേതൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് പൂനായ്ക്ക് സമീപം ലോഹഗഡ് കോട്ടയിലെ ആഴമേറിയ കൊക്കയിലേക്ക്
ഇവർ രണ്ടുപേരും കൂടി ഇയാളെ മാത്രമല്ല ഇവരെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെല്ലാം തന്നെ ഈ ചേതൻ അവിടെ ഉണ്ട്. അവൻ മറ്റേ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. മുഖംമൂടി ധരിച്ച് അവൻ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഈ ചേതൻ എന്നാണ് ഇവളുടെ കാമുകന്റെ പേര്. ഈ ചേതനും അതിപ്പോ എന്താണ്, ഇവിടെ ഭയങ്കര കാറ്റടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കാറ്റടിച്ച് താഴെ പോയി എന്നുള്ള രീതിയിലാണ്, പറന്നുപോയി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ ചേതൻ ബാബുലാൽ ചൗധരി എന്നാണ് അയാളുടെ പേര്. അയാൾ ഉണക്കമുന്തിരി കച്ചവടമാണ് ഈ ചേതൻ ബാബുലാൽ. അയാളെ ഒരു ബിസിനസ് മീറ്റിംഗ് വെച്ച് ഇവർ കാണുന്നു. കണ്ടതിന് ശേഷമാണ് പ്രണയബദ്ധരായിട്ട് ഇവിടെ വെച്ച് അത് കഴിയുമ്പോഴാണ് ഇവരുടെ വിവാഹം ഉറപ്പിക്കുന്നത്. ആരുടെ? ഈ കേതനുമായിട്ട്. ഈ ചേതൻ എന്ന് പറയുന്ന കാമുകൻ ഉണ്ടായിരിക്കുകയാണ്. ഇത് തമ്മിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ചേതനും കേതനും. ഈ കേതൻ എന്ന് പറയുന്ന യുവാവ് ബിസിനസ് മാഗ്നറ്റുമായിട്ട് ഇവിടെ വിവാഹം ഉറപ്പിക്കുന്നു. പക്ഷേ അവൾക്ക് ആ ബന്ധത്തിൽ താല്പര്യമില്ല. ഇത്രയും നാൾ അവൾ ആക്ടിങ് ആയിരുന്നു, അയാളെ സ്നേഹിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്ട് ചെയ്യുന്നു. അവസാനം എന്ത് സംഭവിക്കുന്നു? ഇയാളെ തെള്ളിയിട്ട് കൊല്ലും. നമ്മുടെ പണ്ട് ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ, കേരളത്തിലെ കഷായം ഗ്രീഷ്മയാണ് ഈ സിയ എന്ന് പറയുന്നത്. പക്ഷേ അതിലും വേറെ ഒരുപാട് കഥകളുണ്ട്. എന്തായാലെങ്കിലും ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് തെളിയിക്കുകയും ചെയ്തു. അപ്പം പോലീസിന് കിട്ടിയ ശാസ്ത്രീയ തെളിവുകൾ ഭയങ്കരമാണ്. ഈ ബാബുലാൽ ചൗധരി, ഈ ചേതൻ ബാബുലാൽ ചൗധരി എന്ന് പറയുന്ന കാമുകനുമായിട്ട് ഇവള് 2004 തവണ ആണ് ഫോണിൽ സംസാരിച്ചത്. 238 മണിക്കൂറാണ് ഇവർ പ്ലാനിങ് ആയിരുന്നിരിക്കും. കഴിഞ്ഞ വർഷം നവംബർ തൊട്ട് ഇവനെ കാച്ചാൻ വേണ്ടി തയ്യാറെടുക്കുക. ഇവളെ ഈ ഫെബ്രുവരിയിൽ ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് ഓർത്തോണം. അപ്പോൾ വിവാഹ നിശ്ചയം കഴിയുന്നതിന് മുമ്പ് തന്നെ നവംബർ തൊട്ട് ഇയാളെ കാച്ചാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പം ഇവരെ കൊന്നത്. അതായത് വിനോദയാത്ര എന്ന വ്യാജേനയാണ് ഇയാളെ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് വിദേശത്ത് ഫോട്ടോഷൂട്ടിന് പോയിട്ട് ഇവളെന്തോ ഉടായ്പ കാണിച്ചിട്ട് ആ യാത്ര മുടങ്ങിപ്പോയി. ഇവിടെ പോയില്ല. അതായത് പാസ്പോർട്ട് എടുത്ത് മാറ്റി. കാരണം ഈ വിദേശയാത്ര ഇവര് മറ്റേ സേവ് ദ ഡേറ്റ് ഇവിടുത്തെ പോലെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നുന്നു ഇവര് പോയത്. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടിനായിട്ട് അത് ബാലിയിലോട്ട് പോകാനാണ്. ഇവര് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവള് ചെന്നിട്ട് ഇവന്റെ ബാഗ് തുറന്ന് പാസ്പോർട്ട് അടിച്ചു മാറ്റി. അവിടെ പാസ്പോർട്ടില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാമുകന് സംശയം വരും. അതുകൊണ്ടാണ് ഈ പോക്കിന് പോകാതിരുന്നത്. അപ്പം ജൂൺ 14 ആദ്യം ഇയാളെ കൊല്ലാൻ ശ്രമം നടത്തിയത്. എന്തായാലും ബാലി യാത്ര മുടക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇവർ ഇയാളെ കൊലപ്പെടുത്തിയത്. 18-നാണ്. 14-ാം തീയതി ശ്രമിച്ചു, 18-ന് കൊല്ലുന്നു. അപ്പോൾ എന്തായാലും എന്നിട്ട് ഇവളിട്ട പോസ്റ്റാണ്, എൻ്റെ ജന്മദിനത്തിൽ എന്നെ തനിച്ചാക്കി പോയത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇത് വലിയൊരു സംഭവമാണ്. കാരണം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ. 2006 മൂന്നാറിൽ സംഭവം. അത് അനന്തരാമനും വിദ്യാലക്ഷ്മി 2007 തമിഴ്നാട്ടുകാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാമുകനുണ്ട് ആനന്ദ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഞാനന്ന് മംഗളം വാരിയുടെ കുണ്ടള ഡാമിന്റെ സമയം അത് നമ്മൾ വലിയ സ്റ്റോറികൾ ഇതിൽ കൊടുത്താണ്. കാരണം ഇതിനകത്ത് വല്ല ഭംഗിയുള്ള ഒരു കാര്യം, ഈ വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന യുവതി, ഇവർക്കൊരു കാമുകനുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ പറ്റുമായിരുന്നു, ആനന്ദ് എങ്ങാണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവൾ ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഇയാൾക്കൊപ്പം ഒന്നിച്ച് കഴിഞ്ഞെങ്കിൽ ഇവർ ഇടപഴകാനൊന്നും തയ്യാറാകില്ല. കാമുകനുണ്ട്. അങ്ങനെയാണ് ഈ കാമുകനുമായിട്ട് ചേർന്ന് ഇവനെ വകവരുത്താൻ പദ്ധതി എടുത്തു, മൂന്നാർ വെച്ച് യാദൃച്ഛികമായിട്ട്. അപ്പോൾ അങ്ങനെ ഇവർ മൂന്നാർ വരുന്നു. അപ്പോൾ അതിനകത്ത് ഇവരുടെ ഒരു ശാരീരിക സാമ്യം, ഇവർ തമ്മിലുള്ള ശാരീരിക ഒരു പൊരുത്തമില്ല. കാരണം നമ്മൾ ഇവരെ ഫോട്ടോ കാണുമ്പോഴാണ് ഈ അനന്തരാമൻ എന്ന് പറയുന്ന ഈ പയ്യൻ തീർത്തും മെലിഞ്ഞ ഒരു ഹൈറ്റുള്ള ഒരു പയ്യൻ. ഈ പെൺകുട്ടി ഈ വിദ്യാലക്ഷ്മി നല്ല തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരു പയ്യൻ. അപ്പോൾ ഇവരെന്താ, ഈ പയ്യനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഇവർ കുണ്ടള ഡാമിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയിട്ട് കഴുത്തേൽ ഈ ക്യാമറയുടെ ഇതിട്ട് മുറുക്കി കൊലപ്പെടുത്തി അവിടെ ഇടുക. എന്നിട്ട് ഇത് പിടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരെ ഫോളോ ചെയ്തു ഈ ആനന്ദ് എന്ന് പറഞ്ഞവനും അവൻ്റെ കൂട്ടുകാരും കൂടെ. ഈ കല്യാണം കഴിഞ്ഞ് ഇവർ മധുവിധുവിന് മൂന്നാറിലേക്ക് വരുന്ന പുറകെ ഇവർ ഫോളോ ചെയ്തിട്ട് ഇവനെ കൃത്യമായിട്ട് ലൊക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളവിടെ ചെന്നപ്പം അവന് റേഞ്ച് ഇല്ല മൊബൈൽ. അപ്പോൾ അവൻ്റെ ഒരു ഓട്ടോറിക്ഷയിലാണ്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഫോണിലേക്ക് ഇവിടുന്ന് മെസ്സേജ് ഇട്ടു, ഇൻ കുണ്ടള എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ ഒരു മെസ്സേജാണ് അന്ന് വഴിത്തിരിവായിട്ട് ഇവരെ. അത് വലിയ ഇവരെ എക്സ്പീരിയൻസ് ക്രിമിനൽസ് അല്ലല്ലോ. അതുപോലെ ഈ മേഘാലയയിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഏതാണ്ട് ഇതുപോലെ തന്നെ സമാനമായ രീതിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം.
ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇവര് മാറുക എന്നുള്ളതല്ലേ ഉള്ളൂ ഇതിനകത്ത്. കല്യാണം അതിന് കഴിച്ചിട്ട് കൊണ്ട് ഇവരെ കൊല്ലണ്ട കാര്യമില്ല. അതുപോലെ മേഘാലയയിൽ ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശി എന്ന് പറയുന്ന ആളെ വധു സോനം കൊലപ്പെടുത്തുന്ന വിവാഹം കഴിഞ്ഞ് 11ാം ദിവസമാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, നമുക്കറിയാം ഈ വിദ്യാലക്ഷ്മിയുടെ കഥ പറയുമ്പോൾ ഈ ആനന്ദം എന്ന് പറയുന്ന അതിനുമായിട്ട് 9ാം ക്ലാസ് തൊട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നിച്ച് ജീവിക്കാനായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ആ കേസിൽ ഇവരെ ശിക്ഷിച്ചു. വിദ്യാലക്ഷ്മിക്കും ആനന്ദിന് ഇരട്ട ജീവപര്യന്തം, സുഹൃത്ത് അൻപുരാജിന് ജീവപര്യന്തം തൊടുപുഴ കോടതിയാണ് വിധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മനുഷ്യരുടെയൊക്കെ ഒരു ചിന്താഗതി ഒന്ന് അടിസ്ഥാനപരമായി അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഇവർ ഈ നാട്ടിലങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലീസൊക്കെ അതിശക്തമാണ്. കുറ്റം കാണിച്ച പൊക്കോ എന്നുള്ള കാര്യം ഉറപ്പാണത്. കാര്യം ഒരു തുമ്പങ്കൽ ഇവിടെ കാണും. ഇത് തമിഴ്നാട്ടുകാരാണെന്ന് ഇവിടെ വന്ന് കൊല നടത്തിയതെങ്കിലും കേരളത്തിൽ നടന്ന ഒരു കൊലയായതുകൊണ്ട് ആ രീതിയിൽ അത് വലിയ വാർത്താ പ്രാധാന്യം, അതിന്റെ പിന്നാലെ പോലീസിങ് മാധ്യമങ്ങൾ നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു. എന്താണെങ്കിലും ഇത് നമ്മളെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരം കൊലപാതകങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന ഭാഗത്താണ് ഇത് നടക്കുന്നത്. ഏറ്റവും അധികം അവിടെ പഴയ നമ്മ വീടുകൾ ഉള്ളത് കൊണ്ട് പടിഞ്ഞാറക്കോട്ടയിൽ ഈ സേവ് ദ ഡേറ്റ് ഷൂട്ട് സ്ഥിരം ഇന്ന് രാവിലെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞത് ഓർക്കാറുണ്ട്, ഇത് എന്തൊരു അവസ്ഥയാണ്. അവിടെ ഒരേ അഭിനയിക്കുന്നു, പാട്ട് പാടി നൃത്തം ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഒരു ഓടുന്നു, ചാടുന്നു, ഇതുപോലൊക്കെ ചെയ്യുന്നതിൽ ഒരാളാണ് ഇപ്പോൾ അതാണ് ഈ ചാടുന്ന ഈ ചെയ്ത ഈ പെൺകുട്ടി എന്ന് പറയുമ്പോഴേ ആ പാപ്പട നിരപരാധി ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇവരെ കല്യാണിക്കാൻ വന്നവന്റെ ഒരു തവണ അവന് തട്ടുകേട് പറ്റി, എന്നിട്ട് 4 ദിവസത്തിനുള്ളിൽ അവര് കാര്യം സാധിച്ചെടുത്തു. അത് യാദൃശ്ചികം സംഭവിച്ചു എന്നുള്ള വരുത്തി തീർത്തില്ല. അപ്പൊ അവൻ ഇവളെ വിശ്വസിച്ചിരുന്നു. അവനറിയില്ലല്ലോ ഇങ്ങനെ ഒരുത്തുള്ള കാര്യം. അതല്ല, ഇവളിങ്ങനെ സ്നേഹിച്ച് എൻ്റെ ഹൃദയം എൻ്റെ വീട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവൻ പാവട്ടം വിശ്വസിച്ചു. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും ആ പുരുഷന്മാർക്ക് നേരെയാണ് എപ്പോഴും ഇത്തരം ഈ ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ വരാറുള്ളത്. പക്ഷേ സ്ത്രീകളൊക്കെ പെൺ ക്രിമിനലുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ വലിയ തോതിൽ കൂടി വരുന്നത് സത്യമാണ്.